നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്നു വീണു, ആർക്കും പരിക്കില്ല. വൻ ദുരന്തം ഒഴിവായി, ട്രെയിൻ ഗതാഗതം താറുമാറായി. പ്രതിപക്ഷം ശബ്ദം കേൾക്കരുത്, പിണറായിയുടെ വാർത്താ സമ്മേളനം തമസ്കരിച്ച് ചാനലുകൾ. ഓണക്കാല പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ, റിസർവേഷൻ ആരംഭിച്ചു. കാസർഗോഡ് ബള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ്, ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കള്ളാടി മണ്ണിടിച്ചിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു, മരിച്ചവരുടെ എണ്ണം 6 ആയി. തിരുവല്ലത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു, 2 മരണം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്നു വീണു, ആർക്കും പരിക്കില്ല. വൻ ദുരന്തം ഒഴിവായി, ട്രെയിൻ ഗതാഗതം താറുമാറായി. പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് ടവർ തകർന്നു വീണു, ആർക്കും പരിക്കുകളില്ല. ഇന്ന് രാവിലെ 15:15 കെട്ടിടം തകർന്നു വീണത്. പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിനും 3ാം പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള ക്ലോക്ക് ടവറാണ് തകർന്നു വീണത്. 2ാം പ്ലാറ്റ്ഫോമിൽ ഇന്നലെ നിർത്തിയിട്ട ട്രെയിനിന് മുകളിലേക്കാണ് കെട്ടിട വെടിച്ചിട്ടങ്ങൾ പതിച്ചത്. കുറച്ചു ദിവസങ്ങളായി കെട്ടിടത്തിൽ വിള്ളലുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ് ഓഫീസ് മറ്റു യാത്രക്കാരെയും നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനിടെയാണ് ഈ സംഭവം. റെയിൽവേ അധികൃതർ നേരത്തെ തന്നെ ഈ കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടെന്നും വിള്ളൽ വീണിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് കെട്ടിടത്തിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ആലോചിച്ചു വരുന്നതിനിടെയാണ് ഈ സംഭവം. ഇന്ന് രാവിലെ കെട്ടിടത്തിന്റെ അവസ്ഥ വിലയിരുത്താൻ റെയിൽവേ ജീവനക്കാർ എത്തിയിരുന്നു. ഇതിനിടെ കെട്ടിടം തകർന്നു വീണത്. ജീവനക്കാർ ഉടൻ ഓടി മാറിയത് കൊണ്ട് വൻ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് സ്റ്റേഷനിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു. മംഗലാപുരം ഭാഗത്ത് നിന്നും കോഴിക്കോട്ടുള്ള ട്രെയിനുകളെല്ലാം കൊയിലാണ്ടിയിലും പരിസര സ്റ്റേഷനിൽ നിർത്തിയിട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് പല ട്രെയിനുകളും എടുത്തത്. അതിനിടെ 3 മണിക്ക് കണ്ണൂരിൽ നിന്ന് കടന്നുപോയ ചെന്നൈ മെയിൽ എഞ്ചിൻ തകരാറിലായി. അതോടെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രാത്രി 9 മെയിൽ കൊയിലാണ്ടി കടന്നുപോയത്. മറ്റ് ട്രെയിനുകൾ പിന്നെ വൈകുകയാണ്. അപകടം നടന്നയുടൻ ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷൻ. നിരുത്തരവാദിത്തപരമായ നിലപാടാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഗൗരവമേറിയ വിഷയമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരായെന്നും അപകടം മുന്നിൽ കണ്ടിട്ട് മുൻകരുതൽ നടപടിയായി അനൗൺസ്മെന്റ് പോലും നൽകിയില്ലെന്നും കൃത്യമായി പരിശോധന നടത്തണമെന്നും റിയാസ് പറഞ്ഞു. കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടതുണ്ടെന്നും MLA അഭിപ്രായപ്പെട്ടു. കള്ളാടി മണ്ണിടിച്ചിലിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു, മരിച്ചവരുടെ എണ്ണം 6 ആയി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്ത ഭൂമിയിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി ഉയർന്നു. മണ്ണിടിച്ചിലിൽ നിർമ്മാണ തൊഴിലാളികളായ 5 പേരെയാണ് കാണാതായത്. അപകടത്തിൽ മരിച്ച അതിഥി തൊഴിലാളികളായ 3 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എംബാം ചെയ്ത് തുരങ്കപാത നിർമ്മാണ കമ്പനിക്ക് കൈമാറിയിരുന്നു. ബുധൻ രാത്രിയോടെ മൃതദേഹങ്ങൾ വിമാനമാർഗം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള 162 അംഗ സംഘവും സന്നദ്ധ പ്രവർത്തകരും 4 മേഖലകളിലായാണ് തിരയുന്നത്. 2 കടാവർ നായ്ക്കളുമുണ്ട്. മീനാക്ഷി പുഴയുടെ തീരത്തിനടിഞ്ഞ മണ്ണ് നീക്കിയാണ് പരിശോധന. പുഴയിലേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളിലും തിരഞ്ഞു. പാലത്തിലടിഞ്ഞ മണ്ണ് ബുധൻ പുലർച്ചെയോടെ നീക്കി. മേപ്പാടി ചൂരൽമല പാതയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പദ്ധതി പ്രദേശത്തെ മൺകൂനകൾ നീക്കാത്തത് ഭീഷണിയായി തുടരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ദുരന്തമേഖല സന്ദർശിച്ചു. വ്യാഴം രാവിലെ 9 പിണറായി കള്ളാടിയിലെത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്, സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും
സമീപത്ത് കാണാതായവർക്കായി തെരച്ചിൽ നടക്കുന്ന മീനാക്ഷിപുഴയുടെ പ്രദേശം പിണറായി സന്ദർശിച്ചു. രക്ഷാപ്രവർത്തകരുമായി ഉദ്യോഗസ്ഥന്മാരും സംസാരിച്ചു. തുടർന്ന് മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി 50ഓളം കുടുംബങ്ങളാണ് ക്യാമ്പിലുണ്ടായത്. എസ്റ്റേറ്റിലെ തൊഴിലാളികളെയും പ്രദേശവാസികളെയും പ്രതിപക്ഷ നേതാവ് കണ്ട് സംസാരിച്ചു. ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ബൽരാജ് കൂടമ്മാൾ ദമ്പതികളെയും കണ്ട് സംസാരിച്ചു. പ്രതിപക്ഷ ശബ്ദം കേൾക്കരുത്. പിണറായിയുടെ വാർത്താ സമ്മേളനം തമസ്കരിച്ചോ ചാനലുകൾ. കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മുന്നൊരുക്കങ്ങൾ ഒരുക്കുന്നതിനിടെ സംസ്ഥാന സർക്കാരിന് വന്ന ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കൂട്ടത്തോടെ തമസ്കരിച്ചു മലയാള ചാനലുകൾ. ഇടതുപക്ഷ വിരുദ്ധതയ്ക്ക് കുടപിടിക്കുന്ന മാധ്യമങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധത അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തെളിയിക്കുകയാണ്. കൈരളി ഒഴികെ ഒരു ചാനലും വാർത്താ സമ്മേളനം തത്സമയം നൽകിയില്ല. ചിലർ കുറച്ചുനേരം മാത്രം സംപ്രേഷണം ചെയ്ത് ചടങ്ങ് തീർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറയുന്നതൊന്നും ഡൽഹിയിൽ വാർത്താ ചാനലുകൾ കൊടുക്കാറില്ല. ഡൽഹിയിൽ മോദിയാണെങ്കിൽ കേരളത്തിൽ VD സതീശനെ മാധ്യമങ്ങൾ കോട്ടകെട്ടി സംരക്ഷിക്കുകയാണ്. സതീശൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വസ്തുതകൾ നിരത്തിയുള്ള മറുപടിയായിരുന്നു പിണറായി വിജയൻ നൽകിയത്. തുരങ്കപാത പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണ് നീക്കം ചെയ്യാൻ നേരത്തെ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും ആ തീരുമാനം ആരാണ് അട്ടിമറിച്ചത്? അതിതീവ്ര മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും യെല്ലോ അലർട്ട് മാത്രമാണ് പുറപ്പെടുവിച്ചത്. ഇവയെല്ലാം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ ഗുരുതര വീഴ്ചയല്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഇവയൊന്നും തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചാനലുകൾ തയ്യാറായില്ല. സാധാരണ സംപ്രേഷണം ചെയ്യാറുള്ള ചോദ്യോത്തര വേളയും ചാനലുകൾ കണ്ടില്ലെന്ന് നടിച്ചു. പിണറായി വിജയൻ വാർത്താ സമ്മേളനം ദൈർഘ്യം 52 മിനിറ്റ് ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തത്. ഏഷ്യാനെറ്റ് 0 മിനിറ്റ്, 24 ന്യൂസ് 0 മിനിറ്റ്, റിപ്പോർട്ടർ 0 മിനിറ്റ്, ന്യൂസ് മലയാളം 2 മിനിറ്റ്, മാതൃഭൂമി 6 മിനിറ്റ്, മനോരമ 8 മിനിറ്റ്, മീഡിയ 1 7 മിനിറ്റ്, കൈരളി 52 മിനിറ്റ്. ഓണക്കാല പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചു റെയിൽവേ. റിസർവേഷൻ ആരംഭിച്ചു. ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു റെയിൽവേ. കൊല്ലത്തു നിന്നും ചെന്നൈയിലേക്ക്, തിരുവനന്തപുരത്ത് നിന്നും താമ്പരത്തേക്കുമാണ് പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചത്. സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ആരംഭിച്ചു. ചെന്നൈ കൊല്ലം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യൽ ആഗസ്റ്റ് 12, 19, 26, സെപ്റ്റംബർ 2 തീയതികളിൽ സർവീസ് നടത്തും. പകൽ 3:10 ചെന്നൈ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന പ്രത്യേക ട്രെയിനുകൾ അടുത്ത ദിവസങ്ങളിൽ രാവിലെ 7:20 കൊല്ലത്തെത്തും. അരക്കോണം, കാട്ട്പാടി, ജോലാർപേട്ടെ, സേലം, ഈറോഡ്, തിരുപ്പൂർ, പോടഞ്ഞൂർ, പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം എന്നിവയാണ് സ്റ്റോപ്പുകൾ. കൊല്ലത്ത് നിന്നും വ്യാഴാഴ്ചകളിൽ രാവിലെ 10:40 ചെന്നൈക്കുള്ള സർവീസ്. പിറ്റേന്ന് പുലർച്ചെ 3:30 ചെന്നൈ സെൻട്രലിലെത്തും. ആഗസ്റ്റ് 13, 20, 27, സെപ്റ്റംബർ 3 തീയതികളിൽ ആകെ 4 സർവീസ് നടത്തും. തിരുവനന്തപുരത്ത് നിന്നും തമ്പരത്തേക്ക് ഓണം സ്പെഷ്യൽ ആഗസ്റ്റ് 12, 19, 26, സെപ്റ്റംബർ 2 എന്നീ ബുധനാഴ്ചകളിൽ വൈകിട്ട് 3:45 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 10 താമ്പരത്തെത്തും. വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ, രാജാപാളയം, മധുര, കൊടൈക്കനാൽ റോഡ്, തിരുച്ചിറപ്പള്ളി വഴിയാണ് താമ്പരത്തേക്ക് പോകുക. മടക്ക സർവീസ് താമ്പരത്ത് നിന്ന് വ്യാഴാഴ്ചകളിൽ പകൽ 2. തിരുവല്ലത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു, 2 മരണം. ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചുണ്ടായ അപകടത്തിൽ സുഹൃത്തുക്കൾ മരിച്ചു. കഴക്കൂട്ടം യൂസ്റ്റിഗോ ഗ്ലോബലിലെ ജീവനക്കാർ എറണാകുളം മുളവൂർ ഈസ്റ്റ് വാഴപ്പള്ളി നിരപ്പിൽ വലിയ വീട്ടിൽ പറമ്പിൽ നവീൻ സിബി 25 കഴക്കൂട്ടം കിൻഫ്രയിലെ EY GBS ഇന്ത്യ ലിമിറ്റഡിലെ ജീവനക്കാരി ഇടുക്കി തൊടുപുഴ കുരികുന്നലം മുട്ടം മ്രള അരികുറത്ത് മൃദുല ആൻ ഉമ്മൻ 25 എന്നിവരാണ് മരിച്ചത്.
തിരുവല്ലം ടോൾ പ്ലാസയുടെ സമീപമാണ് അപകടം നടന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം നടന്നത്. കോവളം ഭാഗത്ത് പോകുകയായിരുന്ന ഇവരുടെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അവിടെ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് മറിയുകയായിരുന്നു. രണ്ടുപേരുടെയും തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. യുവതി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. ജീവനുണ്ടായിരുന്ന യുവാവിനെ ദേശീയപാത അതോറിറ്റിയുടെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. നവീനിന്റെ അച്ഛൻ സിബി ജോസഫ്, മൃദുലയുടെ അച്ഛൻ ഉമ്മൻ വർഗീസ്, അമ്മ സജി ഉമ്മൻ. സെൻസസ് വീടുകളുടെ വിവരശേഖരണം ജൂലൈ 30 വരെ. സെൻസസ് 2027 ഭാഗമായുള്ള വീടുകൾ വിവരശേഖരണ പ്രവർത്തനങ്ങൾ ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വീടുകളുടെ സെൻസസ്, വീടുകളുടെ അവസ്ഥ, കുടുംബത്തിനുള്ള സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അടിസ്ഥാനപരമായി ശേഖരിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന സെൻസസ് രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിന് എന്യൂമറേറ്റർ ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് ഡാറ്റ ശേഖരണത്തിന് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർക്ക് പരിപൂർണ പിന്തുണയും സഹകരണവും ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കാസർഗോഡ് ബെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ്, ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ബെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ്, ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിന് ഇരയായതായി പരാതി. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. +1 വിദ്യാർത്ഥി സൽമാനുൽ ഫാരിസ് ആണ് ആക്രമണത്തിന് ഇരയായത്. ഷർട്ടിന്റെ ബട്ടൺ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് വിദ്യാർത്ഥിയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. തല ഇരുമ്പ് ഗ്രില്ലിൽ ഇടിപ്പിക്കുകയും നെഞ്ചിൽ ആഞ്ഞ് ചവിട്ടുകയും ചെയ്തതായി സൽമാനുൽ പറഞ്ഞു. ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ കാലിന്റെ മുട്ടിനും പരിക്കേറ്റു. ക്ലാസ് കഴിഞ്ഞ ശേഷം വെള്ളം കുടിക്കാനായി ബാഗിനടുത്തേക്ക് എത്തിയപ്പോഴാണ് സീനിയർ വിദ്യാർത്ഥികൾ തന്നെ തടഞ്ഞതും മർദ്ദിച്ചതെന്നും വിദ്യാർത്ഥി പറഞ്ഞു. ആദ്യം 2 വിദ്യാർത്ഥികൾ വന്ന് ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ ആവശ്യപ്പെടുകയും അത് അനുസരിക്കാൻ കൂട്ടാക്കാത്തതോടെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് കൂടുതൽ പേർ കൂട്ടത്തോടെ എത്തി വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചവിട്ടുകയും ഇരുമ്പ് ഗ്രില്ലിൽ കൊണ്ടുപോയി തല ഇടിപ്പിക്കുകയുമായിരുന്നുവെന്ന് സൽമാനുൽ ഫാരിസ് കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ രക്ഷിതാക്കൾ ആദൂർ പോലീസിൽ പരാതി നൽകി. വിദ്യാർത്ഥിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസം മുമ്പ് ഷൂ ധരിച്ചതിനും ഇത്തരത്തിൽ റാഗിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സൽമാനുൽ ഫാരിസ് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.